ഏവരെയും പുതിയ വാർത്തകളിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. ഗസയിൽ സയനിസ്റ്റ് ഭീകരർ അതിഭീകരമായ ആക്രമണം നടത്തുമ്പോൾ ഗസ സിറ്റിയെ ആക്രമിച്ച് സയനിസ്റ്റുകൾ ഒരു ബന്ധുക്കളെയും ജീവനോടെയോ അതല്ലെങ്കിൽ ചത്തോന്മാർ ഡെഡ് ബോഡി പോലും ഇവിടെ നിന്ന് ഒരിക്കലും കൊണ്ടുപോവില്ല എന്നാണ് ഹമാസ് ഇപ്പോൾ നെതന്യാഹുവിനെ ഭീഷണിപ്പെടുത്തുന്നത്. യൂത തടവുകാരെ സയനിസ്റ്റ് ഭീകരർക്ക് ഒരിക്കലും കണ്ടെത്താൻ കഴിയാത്ത വിധം ഗാസ നഗരത്തിൽ തന്നെ പല ഭാഗത്തായി ഒളിപ്പിച്ചിട്ടുണ്ടെന്നും ഗസക്കാരെ കൊല്ലുന്നതിനൊപ്പം അവരെ കൂടിയാണ് നിങ്ങൾ ഇപ്പോൾ ബോംബിട്ട് കൊല്ലുന്നത് എന്നുമാണ് ഹമാസിന്റെ നേതൃത്വ നിരയിലുള്ള ബാസേം നെയ്യും നെതന്യാഹുവിന് മുന്നറിയിപ്പ് നൽകുന്നത്. ബന്ദികളുടെ ജീവന്റെ കാര്യത്തിൽ ഞങ്ങൾക്കിപ്പോൾ യാതൊരുവിധ ആശങ്കയും ഇല്ല എന്നും ഇദ്ദേഹം അവരെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. ഗാസയെ ആക്രമിക്കുന്നതിന് മറയായിട്ടാണ് നെതന്യാഹു ചർച്ചകളെ ഉപയോഗിക്കുന്നതെന്നും അതുകൊണ്ട് ഇനി നെതന്യാഹുവുമായി ചർച്ചയ്ക്ക് തങ്ങൾ തയ്യാറല്ല എന്നുമാണ് ഹമാസ് അറിയിക്കുന്നത്. അതോടൊപ്പം ഗാസയിലേക്ക് പ്രവേശിക്കാൻ ശ്രമിക്കുന്ന ഈ ജൂത സൈനികർക്ക് ശവക്കുഴിയായിരിക്കും ഞങ്ങൾ നൽകുന്നത് എന്ന ഹമാസിന്റെ ഭീഷണി പോലെ തന്നെ ഇപ്പോൾ സയനിസ്റ്റ് ഭീകരർ ഗാസയിൽ ചത്തൊടുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഗാസ സിറ്റിയുടെ വടക്ക് പടിഞ്ഞാറൻ പ്രദേശങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഇസ്രായേൽ സൈന്യം ആക്രമണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ ഗാസ കീഴടക്കാൻ ഒരിക്കലും സയനിസ്റ്റുകൾക്ക് കഴിയാത്ത വിധമാണ് ഹമാസ് ഇപ്പോൾ അവിടെ അവരെ പ്രതിരോധിച്ചുകൊണ്ടിരിക്കുന്നത്. ഗാസയുടെ വടക്ക് പടിഞ്ഞാറൻ പ്രദേശങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ട് ഇസ്രായേൽ ഇതിനു മുമ്പും വലിയ വലിയ ആക്രമണങ്ങൾ നടത്തിയിട്ടുണ്ട്, അനേകരെ കൊല്ലുകയൊക്കെ ചെയ്തിട്ടുണ്ട്. തന്നെയുമല്ല, ഈ വടക്കൻ ഗാസയിലെ പ്രദേശങ്ങളെല്ലാം ഞങ്ങൾ ഇതിനകം കീഴടങ്ങി കഴിഞ്ഞിട്ടുണ്ട് എന്ന് ഇസ്രായേൽ സൈന്യം പലതവണ അവകാശവാദം ഉന്നയിച്ചിട്ടുള്ളതുമാണ്. എന്നാൽ ഓരോ തവണ ഇവർ ആക്രമണങ്ങൾ നടത്തുമ്പോൾ ഹമാസ് ചെറിയ ചെറിയ സംഘങ്ങളായി തിരിഞ്ഞുകൊണ്ട് ഗാസയുടെ മറ്റു ഭാഗങ്ങളിലേക്ക് മാറി ഇസ്രായേൽ സൈന്യത്തിനെതിരെ ആക്രമണങ്ങൾ നടത്തുകയാണ് സാധാരണ ചെയ്യാറുള്ളത്. അങ്ങനെ ഈ സംഘത്തെ നേരിടാൻ വേണ്ടി സയനിസ്റ്റ് സൈന്യം ആ ഭാഗത്തേക്ക് തിരിയുമ്പോൾ അവർ പിൻവാങ്ങിയ ഈ സ്ഥലത്തേക്ക് വീണ്ടും ഹമാസ് ഒരുമിച്ച് കൂടുകയും അവർ വീണ്ടും ശക്തി പ്രാപിക്കുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ ഗാസയുടെ പല ഭാഗത്തേക്കും മാറി മാറി ഹമാസ് യുദ്ധം ചെയ്യുന്നത് കൊണ്ട് അവരുടെ തുരങ്കങ്ങളുടെ മുഴുവൻ സോഴ്സുകളും കണ്ടെത്താൻ കഴിയാതെ ഒരിക്കലും ഇസ്രായേൽ സൈന്യത്തിന് ഗാസ പിടിച്ചെടുക്കാനോ അല്ലെങ്കിൽ ഹമാസിനെ ജയിക്കാനോ കഴിയില്ല എന്നുള്ള കാര്യമാണ് സത്യം. ഈ ഗാസയെ കൊണ്ടുപോയിട്ട് കുറെ ബോംബുകളെല്ലാം ഇട്ട് അവിടുത്തെ കെട്ടിടങ്ങളെല്ലാം തകർക്കുകയും കുറെ ആളുകളെ കൊല്ലുകയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഗാസ ഇവർക്ക് സ്വന്തമാക്കാം എന്നൊരു ധാരണയാണ് ഈ ജൂത ഭീകര സൈന്യത്തിന്റെ ഒരു സ്വപ്നം. ഈ സ്വപ്നത്തിന്റെ നടുവിലാണ് ഇവർ ഈ പരാക്രമങ്ങൾ മുഴുവൻ കാണിക്കുന്നത്. എന്നാൽ ഇവർക്ക് ഈ വ്യോമാക്രമണങ്ങൾ നടത്താൻ മാത്രമേ കഴിയൂ എന്നുള്ളതാണ് വാസ്തവം. ഗാസയുടെ ഉള്ളിലേക്ക് കടക്കാൻ സയനിസ്റ്റ് ഭീകരർക്ക് ഇപ്പോഴും ഭയമാണ്. അതുകൊണ്ട് അവർ ഗാസയുടെ ഉള്ളിലേക്ക് കടക്കാൻ തയ്യാറായിട്ടില്ല എന്ന് മാത്രമല്ല, ജൂത സൈനികർ ഗാസയിലേക്ക് കരമാർഗം കടക്കാൻ വിസമ്മതിക്കുന്നു എന്നും സൈനിക മേധാവികൾ നെതന്യാഹുവിനെ അറിയിച്ചിട്ടുണ്ട്. ഇപ്പോൾ തന്നെ പല റിസർവ് സൈനികളും ലീവിന് പോയവർ തിരിച്ചു വരാൻ തയ്യാറാവുന്നില്ല. അവരെ അറസ്റ്റ് ചെയ്ത് ജയിലിലിടുകയോ അല്ലെങ്കിൽ അവർക്കെതിരെ കേസെടുക്കുകയാണ് ഇപ്പം നെതന്യാഹു സർക്കാർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇവന്മാർക്കെല്ലാം ഭയമാണ്. ഗാസയിലേക്ക് പോയവനാരും തിരിച്ചു വരാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് വസ്തുത. അതുകൊണ്ട് ഈ സൈനികർ ആരും തന്നെ യുദ്ധം ചെയ്ത് മരിക്കാൻ തയ്യാറാവാത്തത് കൊണ്ട് അവരിപ്പോൾ സൈന്യം പറയുന്നത് അനുസരിക്കുന്നില്ല എന്നുള്ളതാണ്. അതിനവർ പറയുന്ന കാരണം വളരെ പ്രൊഫഷണലായ ഗറില്ലകളാണ് ഹമാസ് എന്നാണ്. അതുകൊണ്ട് ഇവരെ നേരിടാൻ ഞങ്ങൾക്ക് കഴിയുന്നില്ല, ആയുധങ്ങൾ കൊണ്ട് അവരെ നേരിടാനായിട്ട് അവരെ ഒരിക്കലും നമുക്ക് മുന്നിൽ കിട്ടുന്നില്ല എന്നുള്ളതാണ്. ഇവരെ എവിടെ നിന്നാണ് ആക്രമിക്കുന്നത് എന്ന് ഈ സൈനികർക്ക് ഒരിക്കലും പിടികിട്ടുന്നില്ല. ഈ തകർന്നു കിടക്കുന്ന കെട്ടിടങ്ങളും ഇതെല്ലാം ഉള്ളത് കൊണ്ട് ഏത് ഭാഗത്തുനിന്ന് ആക്രമണം വരുന്നു എന്നുള്ള കാര്യം ഇവന്മാർക്ക് ഉറപ്പിക്കാൻ കഴിയില്ല. അതുകൊണ്ടാണ് ഈ മരണസംഖ്യ കൂടുന്നു എന്ന് പറയാൻ കാരണം. ഇതിനകം തന്നെ ഇസ്രായേലിന്റെ അനേകം സൈനികരെയും അതുപോലെ തന്നെ അവരുടെ സൈനിക വാഹനങ്ങളെയും ഒക്കെ ഗറില്ല ആക്രമണത്തിലൂടെ ഹമാസ് ചുട്ടരിച്ച് കളഞ്ഞിട്ടുണ്ട്. ഇസ്രായേൽ പുറത്തുവിട്ട ഈ വർഷത്തെ അവരുടെ ജൂൺ വരെയുള്ള കണക്ക് പ്രകാരം ഏതാണ്ട് 445-ലധികം സൈനികർ ഗാസയിൽ കൊല്ലപ്പെട്ടിട്ടുണ്ട് എന്നാണ്. അതിനുശേഷമാണ് ഹമാസുമായി പൊരിഞ്ഞ പോരാട്ടം നടക്കുന്നത്. ഇതിൽ കൊല്ലപ്പെടുന്ന സൈനികരുടെ കണക്കുകൾ ഇതുവരെ പുറത്തു വന്നിട്ടില്ല. ഇതുമാർ പുറത്തു വിടില്ല എന്നുള്ളതാണ്. ഇതിൻ്റെ മറ്റൊരു വശം, ഈ സൈന്യത്തിന് വലിയ ആൾനാശം സംഭവിക്കുമ്പോഴാണ് അവർ ഗസയിൽ അതിഭീകരമായ ആക്രമണങ്ങൾ നടത്തിക്കൊണ്ട് അവിടുത്തെ കുട്ടികളെയും സ്ത്രീകളെയും ഒക്കെ കൊല്ലാൻ തയ്യാറാവുന്നത് എന്ന് നമ്മൾ അറിയണം. അതുകൊണ്ടാണ് നമ്മൾ കേൾക്കുന്നത് ഗസയിൽ പെട്ടെന്ന് അവർ ഭയങ്കര ആക്രമണം നടത്തി, ഇത്ര പേര് മരിച്ചു എന്നൊക്കെ. ഇത് ഇവന്മാർ കൊല്ലപ്പെടുന്നത് കൊണ്ട് ആ കലിപ്പ് കൊണ്ടാണ് ഇവരിങ്ങനെ ചെയ്യുന്നത്. നിങ്ങൾ എന്തുകൊണ്ട് നിങ്ങളുടെ നഷ്ടങ്ങളുടെയും നിങ്ങളുടെ മരണങ്ങളുടെയും ഒക്കെ കണക്കുകൾ പുറത്തുവിടുന്നില്ല എന്ന പത്രക്കാരുടെ ചോദ്യത്തിന് ഈ പ്രതിരോധ മന്ത്രി തന്നെ പറയുന്നത്, ഞങ്ങൾ എന്തിന് കണക്കുകൾ പുറത്തുവിടണമെന്നാണ്. ഞങ്ങളോട് ആർക്കും സിമ്പതിയില്ല. അതുകൊണ്ട് ഞങ്ങളുടെ കണക്കുകൾ കേൾക്കുമ്പോൾ ആരും അത് വിശ്വസിക്കുകയുമില്ല. അഥവാ വിശ്വസിച്ചെങ്കിൽ തന്നെ എല്ലാവരും അതിൽ സന്തോഷിക്കുകയുമാണ് ചെയ്യുന്നത്. അതുകൊണ്ട് ഞങ്ങൾ കണക്കുകൾ പുറത്തുവിടുന്നില്ല എന്നാണ് ഇയാൾ പറയുന്നത്. അതിലൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇവന്മാർക്ക് തന്നെ അറിയാം ഇവന്മാരുടെ ലോകത്തുള്ള എല്ലാവർക്കും നല്ല വെറുപ്പാണ് എന്നുള്ളത്. അല്ലെങ്കിൽ തന്നെ മറ്റൊരാളുടെ പ്രദേശങ്ങൾ പിടിച്ചെടുക്കാൻ ശ്രമിക്കുന്ന അധിനിവേശക്കാരോട് ലോകത്താർക്കും യാതൊരുവിധ സ്നേഹവും ഉണ്ടാവില്ല എന്നുള്ളതാണ്.
ലോകത്ത് ഒരിടത്തും ഇപ്പോൾ അഭയാർത്ഥികളെ ആരും സ്വീകരിക്കാത്തത് ഈ ജൂതന്മാരെ കണ്ടുകൊണ്ടാണ്. ഇവന്മാർക്ക് അഭയം കൊടുത്തത് കൊണ്ടാണ് ഇന്ന് പലസ്തീനികൾ ഇത് അനുഭവിക്കേണ്ടി വരുന്നത്. അതുകൊണ്ട് ഒരു രാജ്യത്തും ഓരോ അഭയാർത്ഥികളെ ഇപ്പോൾ ആരും എടുക്കുന്നില്ല. കഴിവത് വരെ പുറന്തള്ളാനാണ് അവർ ശ്രമിക്കുന്നത്. അഭയാർത്ഥികളായി വന്നിട്ട് ആ രാജ്യത്തുള്ളവരെ തന്നെ പുറത്താക്കുമെന്ന് എല്ലാ രാജ്യങ്ങളും ഇപ്പോൾ ഭയക്കുകയാണ്. അതുകൊണ്ട് ആരും അഭയാർത്ഥികളെ സ്വീകരിക്കുന്നില്ല. അതാണ് ഈ ഗസയിൽ നിന്നൊക്കെ ആളുകൾ ഒഴിഞ്ഞു പോകാൻ ശ്രമിച്ചിട്ടും ഈ ഈജിപ്റ്റോ ജോർദാനോ ഒന്നും അവരെ സ്വീകരിക്കാത്തത്. എല്ലാവർക്കും ഭയമാണ്. ഈ ജൂതന്മാർ ചെയ്ത പോലെ ഇവരും ചെയ്താൽ പ്രശ്നമാണ്. കാരണം അവരവിടെ വലിയ ജനസംഖ്യ ആയിക്കഴിഞ്ഞാൽ പിന്നീട് അത് ആ രാജ്യത്തിന് ഭീഷണിയാവണേ ഉണ്ടാകുന്നത്. അതിൻ്റെ കാരണം ഈ ജൂതന്മാർ തന്നെയാണ്. ജൂതന്മാരാണ് ഇത് ലോകത്തിന് കാണിച്ചു കൊടുത്തത്. നമ്മളെ ആരെങ്കിലും അഭയം തന്നു കഴിഞ്ഞാൽ അവിടെ നമുക്ക് പിടിച്ചെടുക്കാം എന്നുള്ള കാര്യം. നിങ്ങൾ അമേരിക്കയിലേക്ക് തന്നെ നോക്കുക. അമേരിക്ക അഭയം കൊടുത്തതാണ് പണ്ട് ഈ ജൂതനെ. ഇന്ന് അമേരിക്കയുടെ ട്രംപ് ഭരണകൂടത്തെ നിയന്ത്രിക്കുന്നത് തന്നെ ഈ ജൂതന്മാരാണ്. ട്രംപ് ഭരണകൂടത്തെ എന്നല്ല, അമേരിക്കയിൽ ഏതൊരു പ്രസിഡന്റ് വന്നാലും അവരെല്ലാം നിയന്ത്രിക്കുന്നത് ഈ ജൂതന്മാർ തന്നെയാണ്. അവന്മാർക്കവിടെ വൻ ബിസിനസ്സും ആയുധക്കച്ചവടവും ഇങ്ങനെല്ലാം കൊണ്ട് അവർ ശരിക്കും അമേരിക്ക കൈയടക്കി വെച്ചിരിക്കുകയാണ്. അമേരിക്കക്കാർക്കൊന്നും യാതൊരുവിധ വിലയില്ലെന്നുള്ളതാണ്. ജൂതനെതിരെ ഒരക്ഷരം മിണ്ടരുതെന്നാണ് ഈ ട്രംപ് തന്നെ പറയുന്നത്. അപ്പോൾ പിന്നെ അതിൻ്റെ സ്വാധീനം മനസ്സിലാകല്ലേ. ഇവന്മാർ രാഷ്ട്രീയത്തിലൊക്കെ വളരെ കാര്യമായ രീതിയിൽ പിടിപാടുള്ളവന്മാരാണ്. ഈ കഴിഞ്ഞ ദിവസം അമേരിക്കയിൽ കൊല്ലപ്പെട്ട രാഷ്ട്രീയക്കാരനായ ഈ ചാർലി കിർക്ക് എന്ന ഒരുത്തനുണ്ട്. അവൻ്റെ കൊലപാതകത്തിന് പിന്നിൽ നെതന്യാഹു $15 കോടി കൊലയാളികൾക്ക് കൊടുത്തിട്ടുണ്ട് എന്നൊരു ആരോപണം ഇപ്പം അമേരിക്കയിൽ പൊതുവായിട്ട് എല്ലാവരും പറയുന്നുണ്ട്. കടുത്ത വംശീയവാദിയും സ്ത്രീവിദ്വേഷിയും ഫാസിസ്റ്റുമൊക്കെ ആയ ഈ ചാർലി കിർക്ക് എന്ന് പറയുന്നവനെ തന്നെ ഈ ജൂതന്മാർ കൊല്ലണമെങ്കിൽ നമ്മളെക്കാൾ വൃത്തികെട്ട ഒരുത്തൻ ലോകത്ത് വേറെ ഉണ്ടാവേണ്ട എന്ന് നെതന്യാഹു ചിന്തിച്ചുകൊണ്ടായിരിക്കണം. അല്ലെങ്കിൽ ഇവന്മാർക്ക് അയാളെ കൊല്ലേണ്ട ആവശ്യമൊന്നുമില്ല. എങ്കിലും വേറെ രാജ്യത്ത് കയറി അവിടുത്തെ രാഷ്ട്രീയക്കാരനെ കൊലപ്പെടുത്തുമ്പോൾ ആ രാജ്യത്തെ ജനങ്ങൾ ഇസ്രായേലിനെ കുറ്റപ്പെടുത്തുന്നതിൽ നിന്നും രക്ഷപ്പെടാൻ വേണ്ടി ഞങ്ങൾ ഇക്കാര്യം ചെയ്തിട്ടില്ല എന്ന് നെതന്യാഹുവിന് തന്നെ നേരിട്ട് പറയേണ്ടി വന്നിരിക്കുകയാണ്. അതായത് ലോകത്തിപ്പോൾ ഏത് പ്രശ്നം നടന്നാലും അത് ജൂതന്മാരെ സംശയിച്ച് തുടങ്ങിയിരിക്കുന്ന ഒരു കാലമായിരിക്കുകയാണ്. ഏത് അക്രമത്തിൻ്റെ പിന്നിലും ജൂതനുണ്ട് എന്നുള്ളതാണ്. അതാണ് ഈ ജൂതരാഷ്ട്രത്തിൻ്റെ ഏറ്റവും വലിയ തകരാറെന്നത്. ഇവന്മാരെ ഒരിടത്തും അടുപ്പിക്കാൻ കൊള്ളില്ല എന്നുള്ളതാണ് സത്യം. ഇതിനിടയിൽ ഏറ്റവും രസകരമായി നമുക്ക് അനുഭവപ്പെടുന്നത് ഗാസ പിടിച്ചെടുത്തു കഴിഞ്ഞാൽ അത് ലോകത്തെ ഏറ്റവും അധികം റിയൽ എസ്റ്റേറ്റ് സാധ്യതയുള്ള ഒരു ബനാൻസയാണെന്നാണ് ഇസ്രായേലിൻ്റെ ധനമന്ത്രിയായ ബെസലേൽ സ്ട്രോമിച്ച് പറയുന്നത്. ഇനി ഗാസ പിടിച്ചതിന് ശേഷം ഈ ഗാസയെ എങ്ങനെ വിഭജിക്കാമെന്ന് ഞങ്ങൾ ട്രംപുമായി ചർച്ച നടത്തിക്കൊണ്ടിരിക്കുകയാണെന്നൊക്കെ ഇയാൾ തട്ടിവിട്ടുകൊണ്ടിരിക്കുകയാണ്. ഈ ബെസലേൽ സ്ട്രോമിച്ച് എന്ന് പറയുന്ന ഇവനും അതുപോലെ അവിടുത്തെ പ്രധാനമന്ത്രിയായ കാറ്റ്സുമൊക്കെ ലോകത്ത് ഒരു രാജ്യത്തും പോകാൻ കഴിയാതെ ഉപരോധമുള്ള രണ്ടാവന്മാരാണ്. ഇവന്മാർ കടുത്ത തീവ്രവാദികളാണ്. യൂറോപ്പിലെ ഏത് രാജ്യത്തും ഇവന്മാർ പ്രവേശിച്ചാലും ഇവന്മാരെ അറസ്റ്റ് ചെയ്യും എന്ന് യൂറോപ്പിലെ പല രാജ്യങ്ങളും ഇതിനകം തന്നെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇവന്മാർ ഒരിടത്തും പോകുകയില്ല. ഇസ്രായേലിൽ തന്നെ കിടന്നുകൊണ്ട് ഇവന്മാർ തള്ളി മറിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവന്മാർ പുറത്തെങ്ങും പോകാത്തത് കൊണ്ടും പബ്ലിക്കിൻ്റെ ഈ ദേഷ്യം, ഇസ്രായേലിനോടുള്ള ദേഷ്യം ഇവന്മാർ അറിയാത്തത് കൊണ്ടുമാണ് ഇവർ ഗസയിലെ ആക്രമണത്തെ എപ്പോഴും ന്യായീകരിച്ചുകൊണ്ട് വീണ്ടും വീണ്ടും ആക്രമണം നടത്തണം എന്ന് നെതന്യാഹുവിനെ നിർബന്ധിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ധനമന്ത്രി പറയുന്നത് ഞങ്ങൾ ഇതിനകം തന്നെ ഗസയെ ആക്രമിക്കാൻ വേണ്ടി ഒരുപാട് പണം ചെലവഴിച്ചിട്ടുണ്ട്. ആ പണം തിരിച്ച് ഞങ്ങൾക്ക് കിട്ടണം, അല്ലെങ്കിൽ ഞങ്ങൾക്ക് മുതലാവണം, ലാഭകരമാവണം എന്നുണ്ടെങ്കിൽ ഗാസ പിടിച്ചെടുത്തുകൊണ്ട് അതൊരു ടൂറിസ്റ്റ് കേന്ദ്രമാക്കണമെന്നാണ്. ഇപ്പോൾ ഈ ഗാസയുടെ നവീകരണത്തിൻ്റെ ഭാഗമായി പൊളിക്കൽ നടക്കുന്നതാണ് ആക്രമണമെന്നും ക്രമേണ ഇത് ഞങ്ങൾ വലിയ കെട്ടിടങ്ങളുടെ പണി നടത്തി അവിടെ വലിയൊരു ടൂറിസ്റ്റ് കേന്ദ്രമാക്കുമെന്നൊക്കെയാണ് ഈ സ്ട്രോമിച്ച് വാചമടിക്കുന്നത്. എന്നാൽ ഈ പണി മുഴുവൻ ഇപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുന്നത് ഈ സൈന്യത്തിലെ പട്ടാളക്കാർക്കാണ് എന്നുള്ളതാണ് ഇതിൻ്റെ മറ്റൊരു വശം. ഇവന്മാർക്ക് ഇവിടെ ടൂറിസ്റ്റ് കേന്ദ്രമാക്കാൻ വേണ്ടി ഈ പട്ടാളക്കാരെ എല്ലാം വെട്ടുപിടിപ്പിക്കാൻ വേണ്ടി അങ്ങോട്ട് അയക്കുമ്പോൾ ചത്തൊടുങ്ങുന്നത് സാധാരണക്കാരായ പട്ടാളക്കാരാണ്. അവരെ ഞങ്ങൾ യുദ്ധത്തിന് പോവില്ല എന്ന് പറഞ്ഞിട്ടും ബലമായിട്ടും അവരെ അങ്ങോട്ട് അയച്ചുകൊണ്ടിരിക്കുകയാണ്. തന്നെയുമല്ല, യുദ്ധാനന്തര പുനർനിർമ്മാണം എന്നൊരു വാക്ക് ഇസ്രായേൽ മറന്നേക്കുക എന്നാണ് ഹമാസ് ഈ ജൂത സൈനികർക്ക് അല്ലെങ്കിൽ ജൂത ഭരണകൂടത്തിന് മുന്നറിയിപ്പ് നൽകുന്നത്. യുദ്ധം കഴിഞ്ഞാലല്ലേ പുനർനിർമ്മാണം നടക്കത്തുള്ളൂ. അതിന് ഞങ്ങൾ അനുവദിക്കില്ല എന്നാണ് ഹമാസ് പറയുന്നത്. ഇസ്രായേലിനെ ഞങ്ങൾ ഒരിക്കലും യുദ്ധത്തിൽ നിന്നും വിടുവിക്കില്ല എന്ന് അവർ ഉറപ്പ് പറയുന്നു. ഒന്നുകിൽ അവർക്ക് സ്വാതന്ത്ര്യം അല്ലെങ്കിൽ ഗസയുടെ ഭരണം അവർക്ക് തന്നെ തിരികെ കിട്ടണം. അതല്ലാതെ ഗസയെ പിടിച്ചെടുത്ത് അവിടെ ടൂറിസ്റ്റ് കേന്ദ്രമാക്കി സൂക്ഷിക്കാം എന്ന് ഞങ്ങൾ അനുവദിക്കില്ല എന്നാണ് ഹമാസ് വ്യക്തമാക്കുന്നത്. തന്നെയുമല്ല, ഗസയുടെയും പലസ്തീൻ്റെയും ഒക്കെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് ട്രംപും നെതന്യാഹുവും ഒന്നല്ല, അത് പലസ്തീനികളും ഗസക്കാരായ ഞങ്ങളുമൊക്കെയാണെന്നാണ് ഹമാസ് പറയുന്നത്. ഇത് ഇസ്രായേലിന് ഒരു മുന്നറിയിപ്പ് തന്നെയാണ്. ഒരിക്കലും അവർക്ക് യുദ്ധത്തിൽ നിന്നും
വിട്ടുനിൽക്കാൻ കഴിയില്ല എന്നുള്ളതാണ് ഹമാസ് ഇതിലൂടെ സൂചിപ്പിക്കുന്നത്. ഇസ്രായേൽ ഡിഫൻസ് ഫോഴ്സ് അല്ലെങ്കിൽ IDFന്റെ അഭിപ്രായത്തിൽ ഗാസയുടെ 75% ഞങ്ങൾ കൈയടക്കിയിട്ടുണ്ടെങ്കിലും ഹമാസിന്റെ പ്രതിരോധത്തിന് മുന്നിൽ ഞങ്ങൾ പലപ്പോഴും പതറിപ്പോവുകയാണ് എന്നവർ വ്യക്തമാക്കിയിട്ടുണ്ട്. നെതന്യാഹു അനിശ്ചിതകാല യുദ്ധം എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും ഇനിയും മാസങ്ങൾ നീളാനാണ് സാധ്യത എന്നാണ് സൈനിക തലവന്മാരിൽ തന്നെ പലരും അഭിപ്രായപ്പെടുന്നത്. കാരണം അത്രയധികം പ്രതിരോധമാണ് ഹമാസിന്റെ ഭാഗത്തു നിന്നും ഇപ്പോൾ ഇസ്രായേൽ സൈന്യത്തിന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. യുദ്ധം ചെയ്യുന്നവനല്ലേ അതിന്റെ ബുദ്ധിമുട്ട് അറിയാവുള്ളൂ. എതിരാളി എത്രയധികം ശക്തനാണെന്ന് അവർക്ക് മാത്രമേ അറിയാവുള്ളൂ. അല്ലാതെ നിലവറയിൽ ഒളിച്ചിരിക്കുന്ന നെതന്യാഹുവിന് ഒരിക്കലും അക്കാര്യം അറിയാൻ കഴിയില്ല. അയാൾ അവിടെ നിലവറയിൽ ഒളിച്ചിരുന്നു കൊണ്ട് പത്രക്കാരോട് പറയും, ഞങ്ങൾ യുദ്ധം ജയിച്ചുകൊണ്ടിരിക്കുകയാണ്, ഉടനെ തന്നെ യുദ്ധം തീരും, ഹമാസ് ഞങ്ങൾക്ക് കീഴടങ്ങും, ബന്ദികളെല്ലാം ഇപ്പം തിരിച്ചു കൊണ്ടുവരും എന്നൊക്കെ അടിച്ച് തള്ളിമറിക്കും. പക്ഷേ ഇത് 2 കൊല്ലമായിട്ട് അയാൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഇതുവരെ ഒന്നും സംഭവിക്കുന്നില്ല എന്നുള്ളതാണ്. ഹമാസിന്റെ ടണലുകളും അതുപോലെ തന്നെ അവരുടെ തുരങ്കങ്ങളുമൊക്കെ ഈ സൈന്യത്തിന് മുന്നോട്ട് പോകാൻ തടസ്സമാവുന്നു എന്നാണ് സൈന്യം പറയുന്നത്. ഇതിന്റെ യഥാർത്ഥ വാതിലുകൾ കണ്ടുപിടിക്കാൻ കഴിയാത്തത് കൊണ്ട് അവർക്കിപ്പോൾ കൂടുതൽ സൈനിക നഷ്ടവും അതുപോലെ തന്നെ സൈനിക എഞ്ചിനീയറിങ്, അതായത് അവരുടെ ടാങ്കുകൾ അല്ലെങ്കിൽ മറ്റു ആയുധങ്ങളെല്ലാം ഒരുപാട് നഷ്ടം വരുന്നുണ്ട് എന്നും സൈന്യം സമ്മതിക്കുന്നുണ്ട്. ഇത് അവർ പുറത്തുവിട്ട കണക്കുകളിലുള്ളതാണ്. ഇക്കാര്യം സമ്മതിക്കാത്തത് നെതന്യാഹുവും അയാളുടെ മന്ത്രിമാരും മാത്രമാണ്. ഇസ്രായേലിലെ ജൂതന്മാർക്ക് തന്നെ ഇക്കാര്യം അറിയാം. അതായത് യുദ്ധത്തിൽ ഇസ്രായേൽ സൈന്യം പിടിച്ചു നിൽക്കാൻ വേണ്ടി ഒരുപാട് പാടുപെടുന്നുണ്ട് എന്ന് ഈ ജൂതന്മാർക്ക് തന്നെ അറിയാം. ഒരിക്കലും യുദ്ധം ജയിക്കാൻ കഴിയില്ല എന്ന് അവർ വിശ്വസിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് അവർ പറയുന്നത്, എത്രയും വേഗം നിങ്ങളൊരു കരാർ ഉണ്ടായിക്കൊണ്ട് ബന്ദികളെ തിരിച്ചെടുക്കണം, അതല്ലാതെ ഞങ്ങളുടെ ആളുകളെ വെച്ചിട്ട് നിങ്ങൾ വെറുതെ തായം കളിക്കരുത്, അവരെ യുദ്ധം അവസാനിപ്പിക്കണമെന്ന് പറഞ്ഞ് ഇവർ ഈ നെതന്യാഹുവിൻ്റെ വീടിൻ്റെ വാതിൽക്ക് ടെൻ്റ് അടിച്ച് കിടക്കുകയാണ്. അവർക്ക് ആത്മവിശ്വാസം ഉണ്ടെങ്കിൽ അവർ ഒരിക്കലും ഈ പ്രതിഷേധത്തിൽ നിൽക്കില്ല. കാരണം ആ ഒരു വിഭാഗത്തിൽപ്പെട്ടവരാണ് ജൂതന്മാരെന്നുള്ളത്. എവിടെയെങ്കിലും ചെറിയ ജയസാധ്യത ഉണ്ടെങ്കിൽ അവിടുത്തെ ജനങ്ങൾ ഒന്നടങ്ങുമ്പോൾ ഗവൺമെൻറ് ഒപ്പം നിൽക്കും. കാരണം അവർക്ക് വലിയ അഭിമാനമാണല്ലോ വേറെ എവിടെയെങ്കിലും പോയി ജയിച്ചു എന്ന് പറയുന്നത്. ഇത് നിരന്തരം ആക്രമണം ഇസ്രായേലിന് നേരെ നടക്കുന്നത് കൊണ്ട് ഇവർക്കറിയാതെ ഒരിക്കലും ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയില്ല എന്നും രാജ്യം ഇങ്ങനെ യുദ്ധത്തിൽ പെട്ടുപോകും എന്ന് അറിയാവുന്നത് കൊണ്ടാണ് അവരിങ്ങനെ പ്രതിഷേധിക്കുന്നത്. ഇതിൽ ഏറ്റവും വലിയൊരു വസ്തുത എന്താണെന്ന് വെച്ചാൽ, ഇപ്പം ഇസ്രായേൽ ഈ ഗസയിൽ നടത്തുന്ന ആക്രമണത്തിൽ കുറേ സ്ത്രീകളെയും കുട്ടികളെയും അതുപോലെ തന്നെ അവിടുത്തെ കുറേ കെട്ടിടങ്ങളും എല്ലാം ബോംബിട്ട് തകർക്കുന്നു എന്നല്ലാതെ അവർക്ക് ഹമാസിൻ്റെ ഒറ്റ ആളുകളെ പോലും ഈ അടുത്ത ദിവസങ്ങളിൽ പോലും കൊല്ലാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. തന്നെയുമല്ല, ഇവന്മാരെ ഖത്തറിൽ നടത്തിയ ആക്രമണത്തിൽ പോലും അതിൻ്റെ മുഴുവൻ നേതാക്കളും രക്ഷപ്പെടുകയാണ് ഉണ്ടായത്. തീരെ അപ്രധാനമായ 4-5 പേരെ മരിച്ചിട്ടുള്ളൂ. ബാക്കിയുള്ളവരെല്ലാവരും രക്ഷപ്പെട്ടു. അവരെല്ലാം പുറത്ത് നിൽക്കുകയാണ്. അത് തന്നെ ഇവരുടെ കണക്കുകൂട്ടലുകൾ മിക്കവാറും ഇപ്പോൾ പിഴയ്ക്കുകയാണ് എന്നുള്ളതിൻ്റെ തെളിവാണ്. കൃത്യമായ വിവരങ്ങൾ പോലും അവർക്കിപ്പോൾ കിട്ടുന്നില്ല. ഒരു ഊഹം വെച്ച് അടിക്കുകയാണ്, ഇവന്മാരെല്ലാം അവിടെ കൂടിയിട്ടുണ്ട്, എന്നാൽ അടിച്ച് തീർത്തേക്കാം എന്നോർത്തുകൊണ്ട് ആക്രമിച്ചതാണ്. പക്ഷെ അവരെല്ലാം രക്ഷപ്പെട്ടെന്നുള്ളതാണ്. അത് വലിയ അപകടമാണ്. അവർക്ക് നേരെ ഉണ്ടായ ആക്രമണത്തിൽ അവരിനി ഒരിക്കലും ഇസ്രായേലിനെ വെറുതെ വിടില്ല എന്നുള്ളതാണ്. അതവർ പലതവണ പറഞ്ഞു കഴിഞ്ഞു. ഇതിനകം തന്നെ പല നേതാക്കന്മാരും പറഞ്ഞു ഇതിന് ഇസ്രായേൽ അനുഭവിക്കേണ്ടി വരും എന്ന് അവർ പറഞ്ഞിട്ടുണ്ട്. ഒരുപക്ഷെ അവർ ഈ ഹമാസിൻ്റെ ആളുകൾ തന്നെ ഇസ്രായേലിലേക്ക് നുഴഞ്ഞു കയറിക്കൊണ്ട് ഈ മന്ത്രിമാരെയും നെതന്യാഹുവിനെയൊക്കെ കൊല്ലാനുള്ള പരിപാടിയായിരിക്കും ഇപ്പോൾ ആലോചിച്ച് വരുന്നത്. അല്ലെങ്കിൽ ചിലപ്പം അതിനുവേണ്ടി അവർ ചാവലുകളെ കയറ്റിയിട്ടുണ്ടാവും. ഇങ്ങനെ ഞാനൊരു വീഡിയോ പറഞ്ഞിരുന്നു, അങ്ങനെ ഞാൻ റിപ്പോർട്ട് ചെയ്യാൻ വായിച്ചിരുന്നു. ഹമാസിൻ്റെ ചാവേറുകൾ ഇസ്രായേലിലേക്ക് പ്രവേശിച്ചിട്ടുണ്ട് എന്നുള്ളത്. തന്നെയുമല്ല, ഇവന്മാരിങ്ങനെ ആക്രമിക്കുമ്പോൾ ഹമാസിൻ്റെ പോരാളികൾ വർദ്ധിക്കുന്നതല്ലാതെ അവർ കുറയുന്നില്ല എന്നുള്ളതാണ്. അഥവാ ഇനി ഒരാൾ മരിച്ചാൽ പോലും 10 പേര് ഹമാസിനൊപ്പം വന്ന് ചേരുകയാണ്. കാരണം ഓരോ ദിവസവും ഉണ്ടാകുന്ന ആക്രമണത്തിലൂടെ ബന്ധുമിത്രാദികൾ മുഴുവൻ കൊല്ലപ്പെടും, മക്കളും ഭാര്യയെല്ലാം കൊല്ലപ്പെടുന്നതിലൂടെ ഓരോരുത്തർക്കും ഈ ഇസ്രായേലിനോട് പകയാണ് ഉണ്ടാകുന്നത് ഗസയിലുള്ളവർക്ക്. അതുകൊണ്ട് അവരൊരിക്കലും ഇസ്രായേലിന് പുറത്തു കൊടുക്കാൻ തയ്യാറാവില്ല. അവരും ഹമാസിനൊപ്പം കൂടിക്കൊണ്ട് ഇസ്രായേലിനെതിരെ യുദ്ധം ചെയ്യുകയാണ്. അതുകൊണ്ടാണ് ഹമാസ് ഒരിക്കലും പരാജയപ്പെടില്ല എന്ന് പറയുന്നത്. കാര്യങ്ങളെല്ലാം സൈന്യം തന്നെ സമ്മതിക്കുന്നതിലൂടെ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം. ഇസ്രായേലിനെ സംബന്ധിച്ച് ഇത് അവരുടെ അവസാന പോരാട്ടമാണ്. ഇതിൽ അവർക്ക് മുന്നേറാൻ കഴിയാതെ അവർക്ക് ഗസയിൽ നിന്നും തിരിച്ചു പോരേണ്ടി വന്നു കഴിഞ്ഞാൽ, അതായത് ഹമാസിനെ പരാജയപ്പെടുത്താതെ ഗസ മുഴുവനായും പിടിച്ചെടുക്കാൻ കഴിയാതെ ഈ ഇസ്രായേൽ സൈന്യത്തിന് തിരിച്ചു പോരേണ്ടി വന്നു കഴിഞ്ഞാൽ പിന്നെ ഒരിക്കലും അവർക്ക് ഗസയിലേക്ക് പ്രവേശിക്കാൻ കഴിയില്ല എന്നുള്ളതാണ്. ഇവർക്കിങ്ങനെ അധിക നാളൊന്നും ഗസയിൽ യുദ്ധം ചെയ്ത് നിൽക്കാൻ കഴിയില്ല എന്നുള്ളതാണ് വാസ്തവം. കാരണം ഈ കുട്ടികളെയും സ്ത്രീകളെയും മാത്രം കൊന്നൊടുക്കുന്നത് കൊണ്ട് ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തു നിന്നും ഇസ്രായേലിനെതിരായിട്ട് അതിരൂക്ഷമായ പ്രതിഷേധമാണ് ഉണ്ടാകുന്നത്. ഇതിനെല്ലാം അതിജീവിച്ചുകൊണ്ട് നെതന്യാഹു ഇങ്ങനെ നിരന്തരം ആക്രമണം നടത്തി ഇപ്പോൾ അവിടെയുള്ള 5-6 ലക്ഷം ജനങ്ങളെ കൊന്നൊടുക്കാനൊന്നും പറ്റില്ല. ഗസയിൽ ഇപ്പോൾ ഏതാണ്ട് 12 ലക്ഷം ആൾക്കാരാണ് ഉണ്ടായിരുന്നത്. അതിൽ 3-4 ലക്ഷം ആൾക്കാർ അവിടുന്ന് പോയിട്ടുണ്ട്. ബാക്കി 5-8 ലക്ഷം ആൾക്കാർ അവിടെ കിടക്കുകയാണ്. ഇവരെ മുഴുവൻ കൊന്നൊടുക്കിയെങ്കിൽ മാത്രമേ ഉള്ളൂ ഗസമാർക്ക് പിടിച്ചെടുക്കാൻ കഴിയുള്ളൂ.
അതൊരിക്കലും അസാധ്യമാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ഇത്ര ആൾക്കാരൊക്കെ കൊല്ലാൻ പറ്റും. പിന്നെ എങ്ങനെയാണ് ഉമാർ ഗസ പിടിക്കുന്നത്? തന്നെയുമല്ല, ഇപ്പോൾ ഈ IDF ഗസയിൽ നടത്തുന്ന ആക്രമണത്തിലൂടെ വീണ്ടും വീണ്ടും ആളുകൾക്ക് അവരുടെ കുടുംബവും കുട്ടികളും എല്ലാം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം തന്നെ ഹമാസിൻ്റെ കൂടെയുള്ള നല്ലൊരു വിഭാഗത്തിനും കുട്ടികളും കുടുംബവും എല്ലാം നഷ്ടപ്പെട്ടവരാണ്. അവരെ സംബന്ധിച്ച് ഇനി മുന്നോട്ട് മറ്റ് ലക്ഷ്യങ്ങളൊന്നുമില്ല, എല്ലാം നഷ്ടപ്പെട്ടവരാണ്. അപ്പോൾ അവരെ സംബന്ധിച്ച് മാക്സിമം ഇസ്രായേലിനെ ഉപദ്രവിക്കുക, ഇസ്രായേലിനെതിരായിട്ട് പോരാടുക എന്നൊരു ചിന്ത മാത്രമേ ഉള്ളൂ. അതുകൊണ്ടാണ് ഈ ഹമാസിന് ആളുകളിങ്ങനെ പെരുകുന്നത്. ഈ ചിന്താബോധം നെതന്യാഹുവിന് ഇല്ല എന്നുള്ളതാണ്. അയാളൊരു അഭിമാനമായിട്ടാണ് കാണുന്നത്. അതായത് ഗസയിലെ സ്ത്രീകളെയും കുട്ടികളെയൊക്കെ കൊന്നു, അല്ലെങ്കിൽ ഓരോ ദിവസം ഗസയിലെ മരണത്തിൻ്റെ സംഖ്യ കൂടുക എന്ന് പറയുന്നത് പുള്ളി വലിയ അഭിമാനമായിട്ടാണ് ഇത് കാണുന്നത്. യാതൊരുവിധ വ്യോമ പ്രതിരോധം ഇല്ലാത്തൊരു സ്ഥലത്ത് വന്ന് കുറേ ബോളിൽ നിന്ന് കുറേ ബോംബിട്ടുകൊണ്ട് അവിടുത്തെ ആളുകളെ കൊല്ലുക എന്ന് പറഞ്ഞാൽ ഒരു തീരെ കൃത്യമൊന്നുമല്ല. പക്ഷേ അവർക്ക് കരസൈന്യം കയറിയപ്പോൾ അവർക്ക് നഷ്ടം വരുന്നുണ്ട്. ഇത് ലോകം മനസ്സിലാക്കും. അതുകൊണ്ട് നെതന്യാഹു ഉദ്ദേശിക്കുന്ന പോലെ അത്ര അഭിമാനകരമായ കാര്യമൊന്നുമല്ല ഗസയിൽ കെട്ടിടങ്ങൾ ഇടിച്ചിടുക, അവിടുത്തെ ആളുകളെ കൊല്ലുക എന്നുള്ളത്. അവർക്ക് അങ്ങനെ നിർബന്ധമുണ്ടെങ്കിൽ ഹമാസുകാരെ കൊല്ലണം. അതൊരിക്കലും അവർക്ക് കഴിയുകയില്ല. ഹമാസ് അത്രയധികം പ്രതിരോധശേഷി ഉള്ളവരാണ്. അവർ ആളുകൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഈ ഹമാസിലുള്ള ഓരോരുത്തരുടെയും ഉള്ളിൽ ഇസ്രായേലിനോടുള്ള പക ഇങ്ങനെ കത്തിപ്പടരുമ്പോൾ അതിൽ വെന്തുരുകാനാവും ഈ ജൂത സൈനികരുടെ വിധി എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്.